എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു അനുഭവം എനിക്ക് അയച്ചു തന്ന ആളുടെ പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങളോട് പറയുന്നില്ല. അതിന് ഒരു കാരണമുണ്ട്. അത് നിങ്ങൾക്ക് ഈ അനുഭവം കേൾക്കുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ജീവിതമാണല്ലോ, നമ്മളൊരു അനുഭവം പറയുന്നത് കൊണ്ട് ആരുടെ ജീവിതത്തിലോ ആരുടെ മനസ്സിലോ ഒരു വേദന ഉണ്ടാവാൻ പാടില്ല. എന്തായാലും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും കേൾക്കുക കേട്ടോ. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ ത്രിമധുരം സ്ഥിരമായി കേൾക്കുന്ന ഒരു ഭക്തയാണ്. എനിക്കും ഒരു അനുഭവം പറയാനുണ്ട്. എല്ലാ ഭക്തരും അനുഭവം പറയുമ്പോൾ ഞാൻ പറയും എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന്. ഒരു സഹോദരി ചെയിൻ കാണാതെ പോയി കണ്ണൻ തിരികെ കൊടുത്ത അനുഭവം പറഞ്ഞില്ലേ, അതുപോലെ എനിക്കും ഉണ്ടായിട്ടോ ഒരു അനുഭവം. ത്രിമധുരം കേൾക്കുമ്പോൾ ഞാൻ മനസ്സിൽ കണ്ണനോട് ചോദിക്കാറുണ്ട്, എന്നാണ് കണ്ണ എനിക്കും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തരുന്നത് എന്ന്. ഇനി അനുഭവം പറയാം. 2023 ഡിസംബർ എൻ്റെ ജിമിക്കും കമ്മലും ഇയർ ചെയിൻ ഉൾപ്പെടെ 1.5 പവൻ കാണാതെ പോയി. എവിടെ പോയി, എങ്ങനെ പോയി എന്ന ഒരറിവില്ല. ഞാൻ വിഷ്ണു സഹസ്രനാമം പീരീഡ്സുള്ള ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ചൊല്ലാറുണ്ട് കേട്ടോ. രാവിലെയാണ് ചൊല്ലാറ്. നാമം ചൊല്ലിക്കഴിഞ്ഞ് എന്നും ഞാൻ കണ്ണനോട് പറയും, കണ്ണാ എൻ്റെ സ്വർണ്ണം ആരാ എടുത്തതെന്ന് എനിക്കറിയില്ല, നിനക്കറിയാം, ഞാൻ ഇട്ട് കൊതി തീർന്നത് പോലുമില്ല, അതെനിക്ക് തിരിച്ചു തരണേ എന്ന്. 1 വർഷം കഴിഞ്ഞ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ സ്വർണം കാണിച്ചു തന്നു. സ്വർണം എടുത്തത് ആരാണ് എന്ന് ഞാൻ സാറിനോട് മാത്രം പറയാം. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാനത് പറയുന്നില്ല. അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം കണ്ണൻ തന്നു. ഒരു അനുഭവമല്ല സാർ, ഒരുപാട് അനുഭവങ്ങൾ പൊന്നുണ്ണി തന്നു. ഒത്തിരി നീണ്ടുപോയോ സാർ, ത്രിമധുരത്തിൽ വായിക്കണേ. ഇനിയും അനുഭവം ഉണ്ട്, ഇനിയും എഴുതാം. ഞാൻ തിരുവല്ലയിൽ നിന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് എടുത്തതെന്ന് ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ അത് ഞാൻ എനിക്ക് കേൾക്കുക എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞു തന്നതാണ്. അത് നിങ്ങളോടും പങ്കുവെക്കുന്നില്ല. വെറുതെ എന്തിനാണ് നമ്മളെ ഓരോരുത്തരുടെയും ജീവിതമല്ലേ, ജീവിതത്തിനെ നമ്മൾ ഇതിലേക്ക് കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. ഈ അനുഭവം അത്രയും കൃഷ്ണഭക്തിയായ ഒരു സഹോദരിയുടേതാണ്. അപ്പോൾ ആ സഹോദരിക്ക് ജീവിതത്തിൽ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതായിരിക്കില്ലേ ഈ സ്വർണ്ണങ്ങളൊക്കെ. അതൊക്കെ കളവ് പോവുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതും ഈ കാലത്ത് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പം അത് തിരിച്ചു കിട്ടി. അത്രയും ആത്മാർത്ഥമായിട്ട് നാമജപങ്ങളും വിഷ്ണു സഹസ്രനാമവും എല്ലാം ജപിക്കുന്ന സഹോദരിയാണ്. അപ്പം അത് കിട്ടാതിരിക്കില്ലല്ലോ. അപ്പം ഇതൊക്കെയാണ് ജീവിതങ്ങളല്ലേ, അനുഭവങ്ങളായിട്ട് വരുന്ന ജീവിതങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. യൂട്യൂബിൽ ജോയിൻ ബട്ടണിലൂടെയാണ്. കുറേ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ. ഹരേ കൃഷ്ണ.